ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷിലെ ലോഫിംഗ് സോങ് എന്നുള്ള ഒരു പോയമായിരുന്നു. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും നമ്മൾ തന്നിട്ടുണ്ട്. ഇനി ആക്ടിവിറ്റീസ് ആണുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ ആക്ടിവിറ്റി നൽകുകയാണ്. എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. മക്കളെ ഇതാ നോക്കിയേ. ആക്ടിവിറ്റി 1, റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോയം. When the air does laugh with a merry wit and the green hills laugh with the noise of it. മക്കളെ എന്നാ നോക്കിയേ. വിറ്റ് ഇറ്റ് ശ്രദ്ധിച്ചല്ലോ. ദ വേർഡ്സ് വിറ്റ് ആൻഡ് ഇറ്റ് റൈം അല്ലേ? റൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേപോലെ ഉച്ചരിച്ച് നിർത്തുന്നത്. ഫൈൻഡ് ഔട്ട് അതർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം. ഇഷ്ടംപോലെ റൈമിംഗ് വേർഡ്സ് നമുക്കിവിടെ പറയാം. കാര്യം എന്താ? അതിനൊരു കൃത്യമായ എന്തുണ്ട്? റൈം സ്കീമുള്ള പോയം തന്നെയാണല്ലേ. എല്ലാ ലൈൻസും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? റൈം ചെയ്യുന്നുണ്ട്. ജോയ് ബൈ, വിത്ത് ഇറ്റ്, ഗ്രീൻ സീൻ, ഷെയ്ഡ് സ്പ്രെഡ്. തൽക്കാലം നമുക്ക് ഇത്രയും പറഞ്ഞാൽ മതി. ആക്ടിവിറ്റി 2 നോക്കിയേ. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോയം. When the green woods laugh with the voice of joy and the dimpling stream runs laughing by, the words voice and joy create an assonance. Assonance എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? റെപ്പറ്റീഷൻ ഓഫ് വവൽ സൗണ്ട്സ്. വവൽ സൗണ്ട് വിത്തിൻ എന്നുള്ളത് മതി. വിത്തിൻ്റെ വേർഡ് മതി. ഒരു വാക്കിനകത്ത് വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്താലും മതി. ഒരേ വരിയിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് വരുന്നു. അപ്പം ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടെ വോയിസും ജോയും കണ്ട, അത് ഒരേ ലൈനിൽ തന്നെയല്ലേ? വോയിസ് ജോയ്, ഓ ഓ എന്നുള്ള വോവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വന്നു. അതെന്താണ്? അസോണൻസ് ആണ്. ഫൈൻഡ് ഔട്ട് അതർ സെറ്റ്സ് ഓഫ് വേർഡ്സ് ഇൻ ദ പോയം വിച്ച് ഹാവ് അസോണൻസ്. വേറെയും അസോണൻസ് ഉള്ള ഏതെങ്കിലും വേർഡ്സ് ഉണ്ടോ? അത് ഒരേ ലൈനിൽ തന്നെ വരണം. അതാണ് കറക്റ്റ് കേട്ടോ. വിത്ത് വിറ്റ്, വിത്ത് വിറ്റ് അത് നമുക്ക് പറയാം. വിത്ത് വിറ്റ് എന്താണ്? വിത്ത് വിറ്റ് അത് നമുക്ക് അവിടെ പറയാം. ഇ എന്നുള്ള സൗണ്ട് കേട്ടോ. പിന്നെ ഹ ഹ ഹി, ഹ ഹ ഉണ്ടാവും. ഹ ഹ ആ സൗണ്ട് നമുക്കവിടെ പറയാം. ഇനി ആക്ടിവിറ്റി 3, ലുക്ക് അറ്റ് ദ ഫോളോയിങ് ലൈൻസ്. വെൻ ദ മെഡോസ് laugh with the lively green and the grasshopper loves in the merry scene. The meadows and the grasshopper laugh like us. മെഡോസും ഗ്രാസ് ഹോപ്പറും നമ്മളെപ്പോലെ ചിരിക്കുന്നു. അതാണ് പെർസോണിഫിക്കേഷൻ. നമ്മൾ മനുഷ്യന്മാരുടെ ക്വാളിറ്റി മനുഷ്യനല്ലാത്ത ജീവജാലങ്ങൾക്കോ അല്ലെങ്കിൽ എന്താണ് മറ്റേ ജീവനില്ലാത്തവയ്ക്കോ ഒക്കെ നൽകുന്നതാണത്. പിക്ക് ഔട്ട് ഫ്രം ദ പോയം അതർ എക്സാമ്പിൾസ് ഓഫ് ആനിമൽസ് ഓർ ഓബ്ജെക്ട്സ് വിച്ച് ബിഹേവ് ലൈക്ക് ഹ്യൂമൻ ബീങ്സ്. നമ്മളെപ്പോലെ ബിഹേവ് ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ എഴുതുക. The woods laugh, woods ചിരിക്കുന്നു. The stream runs laughing, streams ചിരിച്ചുകൊണ്ടൊഴുകുന്നു. The air laughs with our wit, നമ്മുടെ വിറ്റ് കേട്ട് എയർ ചിരിക്കുന്നു. The birds laugh in the shade, ഷെയ്ഡിൽ ആര് ചിരിക്കുന്നു? ബേർഡ്സ് ചിരിക്കുന്നു. ഇതൊക്കെ എന്തിനുദാഹരണം തന്നെയാണ്? ഈ പറഞ്ഞ നമ്മുടെ മനുഷ്യനെ പോലെ ഈ മറ്റ് ജീവികൾ ചെയ്യുന്നു എന്നുള്ള ഹ്യൂമൻ ക്വാളിറ്റിയാണ് ഇവിടെ കാണിച്ചത്. ദിസ് ഈസ് പെർസോണിഫിക്കേഷൻ. ഇതിനെ എന്തെന്ന് പറഞ്ഞു? പെർസോണിഫിക്കേഷൻ. പെർസോണിഫിക്കേഷൻ എന്താണ്? ഈസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ വിച്ച് ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് ആർ ആട്രിബ്യൂട്ടഡ് ടു ആൻ അബ്സ്ട്രാക്റ്റ് ക്വാളിറ്റി, ആനിമൽ ഓർ ഇൻഅനിമേറ്റ് ഒബ്ജക്റ്റ്. ജീവനുള്ളവയ്ക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തുള്ള വേറെ കാര്യങ്ങൾക്ക്, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഒരു ഒബ്ജക്ട്സ്, ഈ പിന്നെ മൃഗങ്ങൾ, ഇവർക്കൊക്കെ നമ്മുടെ ക്വാളിറ്റി പറയുന്നത് തന്നെയാണ്. നമ്മൾ ചിരിക്കുന്നു, നമ്മളല്ലേ ചിരിക്കുന്നുള്ളൂ? വേറെ ജീവികൾ ചിരിക്കോ? ഇല്ല. പിന്നെന്താ? തമാശകൾ പറയുന്നു, നമ്മളല്ലേ തമാശ പറയുന്നുള്ളൂ അല്ലേ? അപ്പം അങ്ങനെയുള്ള ക്വാളിറ്റികൾ മറ്റുള്ള ജീവികൾക്ക് കൊടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? പെർസോണിഫിക്കേഷൻ. ആക്ടിവിറ്റി 4, ദ പോയറ്റ് ഡിസ്ക്രൈബ്സ് ദ ജോയ് ഓഫ് നേച്ചർ വിവിഡ്ലി. വിവിഡ്ലി മീൻസ് ക്ലിയർലി. നേച്ചറിൻ്റെ ആ ഒരു ജോയ് വളരെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നു. പിക്ക് ഔട്ട് ഇൻസ്റ്റൻസസ് ഫ്രം ദ പോയം. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് അങ്ങനെ പറഞ്ഞത്? ദ ഗ്രീൻ വുഡ്സ് laugh വിത്ത് ദ വോയിസ് ഓഫ് ജോയ് ഇല്ലേ? ഗ്രീൻ വുഡ്സ് ചിരിക്കുന്നു എന്തിൽ? സന്തോഷത്തിൽ. ദ ഡിംപ്ലിംഗ് സ്ട്രീം റൺസ് laughing by. ഡിംപ്ലിംഗ് സ്ട്രീം എന്ത് ചെയ്യുന്നു? ചിരിച്ചു കൊണ്ടൊഴുകുന്നു. ദ എയർ ഡസ് laugh വിത്ത് അവർ മെറി വിറ്റ്. നമ്മുടെ തമാശ കേട്ട് എയർ ചിരിക്കുന്നു. ദ ഗ്രീൻ ഹിൽ laughs വിത്ത് ദ നോയ്സ് ഓഫ് ഇറ്റ്. ആ സൗണ്ട് കേട്ട് ആര് ചിരിക്കുന്നു? ഗ്രീൻ ഹില്ല് ചിരിക്കുന്നു. The meadows laugh with the lively green.
മെഡോസും ആ ഒരു മൊത്തത്തിലുള്ള ഗ്രീൻ കളറിൽ വളരെ ഹാപ്പി ആയിട്ട് ചിരിക്കുന്നു. ദ ഗ്രാസ് ഹോപ്പർ ലവ്സ് ഇൻ ദ മെറി സീൻ. ഈ സന്തോഷകരമായ സീൻ കണ്ട് ആര് ചിരിക്കുന്നു? ഗ്രാസ് ഹോപ്പർ ചിരിക്കുന്നു. ദ പെയിൻറ്റഡ് ബേർഡ്സ് ലവ് ഇൻ ദ ഷെയ്ഡ്. ഇനി എന്താണ്? പെയിൻറ്റഡ് ബേർഡ്സും ചിരിക്കുന്നു, തണലിൽ ഇരുന്ന് ചിരിക്കുന്നു. ഇതൊക്കെ പറയുന്നത് എന്താണ്? ഇതെല്ലാം പറയുന്നത് നമ്മളെ ക്വാളിറ്റി തന്നെയാണ് അല്ലേ? നമ്മുടെ ക്വാളിറ്റി പറയുന്നത്. അപ്പോൾ പേഴ്സോണിഫിക്കേഷൻ പോലെയുള്ള പേഴ്സോണിഫിക്കേഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മക്കളെ, ഇനി നിങ്ങൾക്കുള്ളത് എന്താണെന്നറിയാമോ? കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. ആക്ടിവിറ്റി 5. ടൈറ്റിൽ ഓഫ് ദ പോയം, നെയിം ഓഫ് ദ പോയറ്റ്, കണ്ടന്റ്, തീം ഓഫ് ദ പോയം, വൈ യു ലൈക്ഡ് ഇറ്റ്. ഇത് നിങ്ങളോടുള്ള ചോദ്യമാണ്. എളുപ്പമാണല്ലോ. നോക്ക്, എന്താണ് ടൈറ്റിൽ ഓഫ് ദി പോയം? ലാഫിംഗ് സോങ്. നെയിം ഓഫ് ദി പോയറ്റ്? വില്യം ബ്ലേക്ക്. അല്ലെങ്കിൽ തീം ഓഫ് ദ പോയം അല്ലെങ്കിൽ കണ്ടന്റ് എന്താണ്? ദ പോയം ഈസ് അബൌട്ട് ജോയ് ആൻഡ് ലോഫ്റ്റർ ഇൻ നേച്ചർ. എന്താണ്? ജോയിയും നേച്ചറിലുള്ള ജോയിയും ലോഫ്റ്ററും ഒക്കെയാണ്. വൈ ഡു യു ലൈക്ക് ദ പോയം? എന്തുകൊണ്ടാണ്? ഐ ലൈക്ക് ദ പോയം ബിക്കോസ് ഇറ്റ് സെലിബ്രേറ്റ്സ് പീപ്പിൾ ആൻഡ് നേച്ചർ ടുഗെദർ. പീപ്പിളിനെയും നേച്ചറിനെയും ഒക്കെ ഒരുമിച്ച് കൊണ്ടുവന്നതുകൊണ്ടാണ് എനിക്കിഷ്ടമായത്. ഇറ്റ് ഹാസ് എ ഫൺ ടോൺ ആൻഡ് ബ്രിങ്സ് ഹാപ്പിനെസ്. ഫൺ ടോൺ ഉണ്ട്, അത് എന്ത് കൊണ്ടുവരുന്നു? ഹാപ്പിനെസ് കൊണ്ടുവരുന്നു. അതുകൊണ്ട് ഇനി ആക്ടിവിറ്റി 6 നോക്കിയേ. റൈറ്റ് ആൻ അപ്രീസിയേഷൻ ഓഫ് ദ പോയം ലോഫിംഗ് സോങ്. യു ക്യാൻ യൂസ് ദ ഡീറ്റെയിൽസ് ഫ്രം ദി അബവ് ആക്ടിവിറ്റീസ് ടു കംപ്ലീറ്റ് ഇറ്റ്. പോയറ്റിക് അപ്രീസിയേഷൻ എന്താണ്? നമ്മളൊരു പോയം വായിച്ചു കഴിയുമ്പം ആ പോയത്തിനെ പറ്റി നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമായി, ആ പോയത്തിനകത്ത് എന്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പോയറ്റ് എന്തൊക്കെ ഉദ്ദേശിക്കുന്നു, പോയത്തിനകത്ത് എന്തൊക്കെ ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടി പോയം ഭംഗിയാക്കാൻ എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, അതിന് റൈം സ്കീമുണ്ടോ, പോയറ്റിക് ഡിവൈസസ് എന്തൊക്കെയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? പോയറ്റിക് അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തന്നിട്ടുണ്ട് ഫസ്റ്റ് സെൻറ്റൻസ്, ലോഫിംഗ് സോങ് ഈസ് എ ഷോർട്ട് പോയം ബൈ വില്യം ബ്ലേക്ക്. ഇതിൻ്റെ ബാക്കി നിങ്ങൾ എഴുതിയാൽ മതി. ദ പോയം ഇസ് എ സെലിബ്രേഷൻ ഓഫ് ജോയ് ആൻഡ് നേച്ചേഴ്സ് ലൈവ്ലി ഹാർമണി. എന്താണ്? ഒരു ജോയും അതുപോലെ തന്നെ ലൈവ്ലി ഹാർമണിയും ഒക്കെയാണ്, ഇഴുകിച്ചേരലും ഒക്കെയാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. നിങ്ങൾക്ക് 7ാം ക്ലാസ്സുകാർക്ക് വളരെ കുറച്ച് മതി എന്നുള്ളത് കൊണ്ട് ഒരു ചെറിയ സമ്മറി പോലെ ഒരു പാരഗ്രാഫും വളരെ ഒരു 2 പാരഗ്രാഫേ ഞാൻ തന്നിട്ടുള്ളൂ കേട്ടോ, അധികമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ചെറിയൊരു സമ്മറി പോലെ അങ്ങ് എഴുതാം. The speaker in the poem is someone who loves nature and happiness. നേച്ചറും ഹാപ്പിനെസ്സും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സ്പീക്കർ. The poet describes the green woods, dimpling stream, green hills and meadows. പോയറ്റിന് എന്തൊക്കെ ഇഷ്ടമാണെന്ന് പറയുന്നു ഇവിടെ? ഗ്രീൻ വുഡ്സ്, ഡിംപ്ലിംഗ് സ്ട്രീം, ഗ്രീൻ ഹിൽസ്, മെഡോസ്, ഇതൊക്കെ ഇഷ്ടമാണ്. ദ എയർ, ദി ഗ്രാസ് ഹോപ്പർ, ദ പെയിൻറ്റഡ് ബേർഡ്സ്, ഓൾ ആർ എൻജോയിങ് ദ നേച്ചർ. നേച്ചറിനെ എൻജോയ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ആരൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്? എയർ, ഗ്രാസ് ഹോപ്പർ, പെയിൻറ്റിംഗ് ബേർഡ്സ് ഒക്കെ. The poet welcomes all to live, be merry and join with him to celebrate the nature by singing the sweet chorus of ha ha hey. എന്താണ്? പോയറ്റ് എല്ലാവരെയും വിളിക്കുന്നില്ലേ? വാ, എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യൂ, എന്നിട്ട് സന്തോഷിക്കൂ, എന്നിട്ട് എന്ത് സെലിബ്രേറ്റ് ചെയ്യാം? നേച്ചറിനെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. എങ്ങനെ? പാടിക്കൊണ്ട്. എന്ത് പാടിക്കൊണ്ട്? ഹ ഹ ഹേ എന്ന് പാടിക്കൊണ്ട് എന്ന് പറയും. ഇത്രയും ഒരു സമ്മറി പോലെ ഞാനങ്ങ് തന്നതാണ്. ഇനി 2 പാരഗ്രാഫും കൂടി ഉണ്ട്. നമുക്ക് പോയം എന്ത് ചെയ്യണം? നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുകയാണല്ലേ. അപ്പോൾ പോയറ്റിനകത്ത് എന്തൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് അതിന് കുറച്ചെങ്കിലും നമ്മൾ പറയണം. The poem follows the rhyme scheme of AABB. Poetic devices such as alliteration, assonance and personification are used to enrich the poem. എന്തൊക്കെയാണ് അസൊനൻസ്, അലിറ്ററേഷൻ, പേഴ്സോണിഫിക്കേഷൻ? ഇതൊക്കെ ഇതിനകത്ത് ഈ പോയം എൻട്രി ചെയ്യാനായിട്ടുണ്ട്. വോയിസ് ആൻഡ് ജോയ് ആർ എക്സാമ്പിൾസ് ഓഫ് അസൊനൻസ്. വോയിസ് ആൻഡ് ജോയ് എന്ന് പറഞ്ഞത് അസൊനൻസിൻ്റെ എക്സാമ്പിളാണ്. ദ ലോഫിംഗ് ഓഫ് പെയിൻറ്റഡ് ബേർഡ്സ് ആർ എക്സാമ്പിൾ ഓഫ് പേഴ്സോണിഫിക്കേഷൻ. പെയിൻറ്റഡ് ബേർഡ്സ് ലോഫ് ചെയ്യുന്നത് പേഴ്സോണിഫിക്കേഷൻ ഉദാഹരണമാണ്. വേറെ ഒത്തിരി തന്നിട്ടുണ്ട്, നിങ്ങൾക്കതൊക്കെ എഴുതാം. ഞാൻ ഒരെണ്ണമെങ്കിലും ഓർത്ത് വെച്ചിരിക്കട്ടെ എന്ന് കരുതി ഒരെണ്ണം തന്നതാണ്. ഇനി ദ വേർഡ്സ് ബ്ലേക്ക് യൂസസ് ആർ സിമ്പിൾ. ലാസ്റ്റ് നമ്മളൊരു കൺക്ലൂഷൻ. പോയറ്റ് യൂസ് ചെയ്ത വേർഡ്സ് സിമ്പിളാണ്, ബട്ട് ഫുൾ ഓഫ് ലൈഫ് ഉണ്ട്. ഫ്രേസസ് ലൈക്ക് ഗ്രീൻ വുഡ്സ്, ഡിംപ്ലിംഗ് സ്ട്രീം ആൻഡ് പെയിൻറ്റഡ് ബേർഡ്സ് ക്രിയേറ്റ് എ കളർഫുൾ ആൻഡ് ജോയ്ഫുൾ പിക്ചർ. അല്ലേ? ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കളർഫുൾ ആയിട്ട് തോന്നില്ലേ? പെയിൻറ്റഡ് ബേർഡ്സ്, ഗ്രീൻ ഹിൽസ്, ഗ്രീൻ മെഡോസ്, നമുക്ക് ആ കളർ തന്നെ ഓർമ്മ വരുന്നില്ലേ? നമ്മുടെ ഉള്ളിൽ തന്നെ ആ ഒരു പിക്ചർ അങ്ങ് നിറഞ്ഞില്ലേ? The poem has a musical feel, making it light and cheerful. ഒരു മ്യൂസിക്കൽ ഫീലുണ്ട്. എന്ത് ചെയ്യുന്നു അതിനെ? ആ പോയം നമ്മളെ എന്ത് ചെയ്യുന്നു? ലൈറ്റും അതുപോലെ തന്നെ ചിയർഫുള്ളുമാക്കി മാറ്റുന്നു. ഇത്രയും.
ചെറിയ രീതിയിൽ ഒരെണ്ണം തന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പോയത്തിൻ്റെ ആക്ടിവിറ്റീസ്. അടുത്ത ചാപ്റ്റർ ഒട്ടും വൈകാതെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നന്നായിട്ട് എഴുതുക, നോട്ട്സൊക്കെ സബ്മിറ്റ് ചെയ്യുക, എല്ലാം ക്ലിയർ ആയിരിക്കുക, മിടുക്കരായിട്ട് പഠിക്കണം. ഓൾ ദി ബെസ്റ്റ്.